നടി ഭാവനയ്ക്ക് സംഭവിച്ച അനുഭവവും അതിനെ നടി എങ്ങനെ അതിജീവിച്ചു എന്നതും മലയാളികൾ കണ്ടതാണ്. മലയാളികൾ മാത്രമല്ല, അന്യഭാഷയിലും ഭാവനയുടെ അതിജീവനം മാതൃകാപരമെന്ന രീതിയിൽ ചർച്ചയായിരുന്നു. അന്ന് എന്ത് ധൈര്യത്തിലാണ് പരാതി നൽകിയതെന്നും എങ്ങനെ സിനിമയിലേക്ക് തിരിച്ചെത്തിയെന്നും ഭാവന പറയുന്നു. ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു നടി. അത് ധൈര്യമാണോ എന്ന് ചോദിച്ചാൽ അറിയില്ല. ഞാനൊന്നും പ്ലാൻ ചെയ്തതും അല്ല. സ്വാഭാവികമായി സംഭവിച്ചതാണ്. നമ്മൾ നടന്നു പോകുമ്പോൾ ഒരു കുഴിയിൽ വീണാൽ അവിടെ നിന്ന് എഴുന്നേറ്റ് പരിക്ക് പറ്റിയെങ്കിൽ ഡോക്ടറെ കണ്ട് ഭേദപ്പെടുത്തേണ്ടതില്ലേ? അതുപോലെ മാത്രം. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല, പിന്നെ എന്തിന് ഭയപ്പെടണം? അപ്പോൾ പറഞ്ഞില്ല എങ്കിൽ പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞ് പറഞ്ഞിട്ട് എന്ത് കാര്യം? തെറ്റ് ഞാൻ ചെയ്തില്ല എങ്കിൽ ഭയപ്പെടേണ്ടതില്ല എന്ന ധൈര്യത്തിലാണ് മുന്നോട്ട് വന്നതെന്നും ഭാവന വ്യക്തമാക്കി. അഭിനയത്തിലേക്ക് തിരിച്ചു വരണമെന്ന് അപ്പോൾ ആലോചിച്ചിരുന്നില്ല. ഇനിയൊന്നും വേണ്ട എന്ന ചിന്താഗതിയായിരുന്നു. പക്ഷേ തിരിച്ചു വരാൻ കാരണം പൃഥ്വിരാജും ആദം ജോൺ എന്ന സിനിമയുടെ അണിയറ പ്രവർത്തകരുമാണെന്ന് ഭാവന പറയുന്നു. ആ സംഭവം നടക്കുന്നതിന് മുൻപ് ഞാൻ ആദം ജോൺ എന്ന സിനിമ കമ്മിറ്റ് ചെയ്തിരുന്നു. സ്കോട്ട്ലൻഡിലാണ് ഷൂട്ട്. 15 ദിവസത്തെ ഷെഡ്യൂളുണ്ട്. പക്ഷേ പിന്നീട് ഈയൊരു മാനസികാവസ്ഥയിൽ സ്കോട്ട്ലൻഡിൽ പോകാനും ഷൂട്ടിങ്ങിൽ പങ്കെടുക്കാനുമൊന്നും ഞാൻ ഓക്കെ ആയിരുന്നില്ല. എനിക്ക് ബ്രേക്ക് വേണം, നിങ്ങൾ വേറെ ആളെ നോക്കിക്കോളൂ എന്ന് ഞാൻ ടീമിനോട് പറഞ്ഞു. പക്ഷേ പൃഥ്വിരാജും ആദം ജോണിൻ്റെ സംവിധായകനും പ്രൊഡ്യൂസറും അടക്കം മറ്റു ടീമും നൽകിയ പിന്തുണ വളരെ വലുതായിരുന്നു. താൻ ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങളും പോകുന്നുള്ളൂ, ഈ സിനിമയും ചെയ്യുന്നുള്ളൂ, നീ ബ്രേക്ക് എടുത്തോളൂ, എപ്പോൾ ഓക്കെ ആണെന്ന് തോന്നുന്നുവോ അപ്പോൾ ചെയ്യാം എന്ന് പറഞ്ഞ് എനിക്ക് വേണ്ടി കാത്തിരുന്നു. അപ്പോൾ പിന്നെ തിരിച്ചു വരാതെ തരമില്ലായിരുന്നു. അങ്ങനെയാണ് വീണ്ടും സിനിമയിലേക്ക് സജീവമായി എത്തിയതെന്നും ഭാവന പറഞ്ഞു. എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എൻ്റെ വേദനകൾ ഞാൻ ആരോടും ഷെയർ ചെയ്യാറില്ല എന്നതാണെന്ന് ഭാവന പറയുന്നു. മറ്റുള്ളവരും ഒരുപാട് പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നവരായിരിക്കും. എൻ്റെ പ്രശ്നവും അവരോട് പറഞ്ഞ് അവരെ സങ്കടപ്പെടുത്താനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതിൽ നിന്ന് ഞാൻ തന്നെ സ്വയം പുറത്തു വരികയാണ് ചെയ്യാറുള്ളത്. എൻ്റെ എല്ലാ ഫ്രണ്ട്സും പറയും അങ്ങനെ ചെയ്യരുത്, ആരോടെങ്കിലും ഷെയർ ചെയ്യണമെന്ന്. പക്ഷേ ഞാനൊരു ഷീൽഡ് കൊണ്ട് എൻ്റെ വേദനകളെ മറച്ചു പിടിക്കുമെന്നും ഭാവന പറഞ്ഞു. മാക്സിമം 48 മണിക്കൂർ, അതിനുള്ളിൽ അതിൽ നിന്ന് ഞാൻ തന്നെ സ്വയം പുറത്തു വരും. നന്നായി കരയും, കരഞ്ഞു തീർത്തുന്ന സ്വയം എഴുന്നേറ്റ് വരും. ഞാൻ എന്നെ സ്വയം പുഷ് ചെയ്യും. ഞാൻ എനിക്ക് തന്നെയാണ് സ്വയം നന്ദി പറയുന്നത്. കാലം എല്ലാ വേദനകളെയും മായ്ക്കുമെന്ന് എല്ലാവരും പറയും. പൂർണ്ണമായും അതിങ്ങനെയാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. എനിക്കെൻ്റെ അച്ഛനെ നഷ്ടപ്പെട്ടു. ആ വേദന ഇപ്പോഴും എൻ്റെ ഉള്ളിലുണ്ട്. പക്ഷേ അത് തന്നെ ആലോചിച്ച് എല്ലാ ദിവസവും ഞാൻ കരഞ്ഞിരിക്കാറില്ല. അച്ഛൻ പോയി എന്നത് റിയാലിറ്റിയാണ്, അത് അക്സെപ്റ്റ് ചെയ്യണം. വേദന എന്തായാലും ഉണ്ടാവും, പക്ഷെ അതിൻ്റെ തീവ്രത കുറഞ്ഞു വരുമെന്നും ഭാവന പറഞ്ഞു. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും പേടിയുള്ള ആളാണ് ഞാൻ. ആ പേടിയും ചിരിയുടെ മുഖംമൂടിയിൽ മറച്ചു വെക്കാറുണ്ടെന്നും ഭാവന പറയുന്നു. പെട്ടെന്നൊരു സ്റ്റേജിനെ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോഴോ, ഒരു കൂട്ടം ആളുകളെ കാണുമ്പോഴോ, പുതുതായി സിനിമ തുടങ്ങുമ്പോഴോ, റിലീസ് ചെയ്യുമ്പോഴോ എല്ലാം എനിക്ക് പേടിയാണ്. പല അവസരത്തിലും ആ പേടി മറയ്ക്കാൻ വേണ്ടി ചിരിച്ചു പിടിക്കാറുണ്ടെന്നും ഭാവന പറയുന്നു.